ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ധർമ്മപുരാണത്തിലെ ഒരു ചെറിയ കുട്ടി സ്റ്റോറിയാണ്. രണ്ട് കിളികൾ ഒരു മരക്കൊമ്പിലിരിക്കുകയാണ്. അവരിങ്ങനെ സല്ലപിച്ചിരിക്കുമ്പോൾ ആ മരത്തിന്റെ താഴെ ഒരു വേടൻ അമ്പും വില്ലുമായിട്ട് വന്നിരിക്കുന്നു. ആൺകിളി ഇത് കണ്ടു. രക്ഷപ്പെടാനൊരു മാർഗം തേടി അവൻ മുകളിലേക്ക് നോക്കി, പറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവരെ ഉന്നമിട്ട് തലയ്ക്ക് മുകളിൽ ഒരു പരുന്തിങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ആൺകിളി പെൺകിളിയോട് പറഞ്ഞു, ഇനി നമുക്കൊരു വഴിയില്ലല്ലോ, മുകളിലും അപകടം, താഴെയും അപകടം. ശ്ലോകത്തിന്റെ 3-ാമത്തെ വരി ഇങ്ങനെയാണ്: പെട്ടെന്നാണ് ഒരു പാമ്പ് വേടന്റെ കാലിൽ കുത്തിയത്. പാമ്പ് കാലിൽ കുത്തിയതും വേടന്റെ കയ്യിലിരുന്ന വില്ലിൽ നിന്ന് അമ്പ് ലക്ഷ്യം തെറ്റി പറന്നു. നേരെ ചെന്നെത്തിയത് മുകളിൽ പറക്കുന്ന പരുന്തിലാണ്. രണ്ടപകടങ്ങളും ഒരേ സമയം തന്നെ മാറുകയാണ്. ദൈവത്തിന്റെ വഴികൾ എത്ര വിചിത്രം എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം അവസാനിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നില്ലേ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല. അതുകൊണ്ട് യുക്തിപൂർവം തിരുവചനത്തെ സമീപിക്കാനല്ല, ഭക്തിപൂർവം തന്നെ തിരുവചനത്തെ സമീപിക്കുക.